ഇന്നൊരു പക്ഷേ ബ്രസീൽ എന്ന പേര് കേട്ടാൽ പലരും പുച്ഛിക്കുമായിരിക്കും, നെറ്റി ചുളിക്കും. മറുപുറത്ത് അർജന്റീനയുടെ വിജയസൂക്തം കാണുമ്പോൾ അവരെ പരിഹസിക്കാനുള്ള വാക്കുകൾക്ക് പഞ്ഞമില്ലാതെയുമാകും. എന്നാൽ ഇന്ന് അവരുടെ പതനത്തിനും പരാജയങ്ങളും സന്തോഷിക്കുന്നവരും പരിഹസിക്കുന്നവരും ഒരു കാലത്ത് ഉറക്കം കിട്ടാതെ അറിഞ്ഞിട്ടുണ്ടാകും. തങ്ങൾക്ക് മുന്നിൽ അവർ നടത്തിയ പോരാട്ടങ്ങൾ കണ്ട് അമ്പരം നിന്ന് പോയിട്ടുണ്ടാകും. ബ്രസീൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഹൃദയമിടിപ്പിൻ്റെ വേലിയേറ്റങ്ങൾ അവരുടെ ശരീരത്തെ പോലും വിറപ്പിച്ചിട്ടുണ്ടാകും. പ്രതാപങ്ങളുടെയോ പാരമ്പര്യത്തിൻ്റെയോ കഥ പറഞ്ഞ് ബ്രസീലിനെതിരെ ഒരൊറ്റ വാക്കുകൊണ്ട് പോലും ഒരു കാലത്തും വാദിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. പരിഹാസ സീമയിൽ നിന്നും ഉയർന്നു വന്നവർക്ക് പരീക്ഷണങ്ങൾ എന്നും ഹരമായിരുന്നല്ലോ. ആ ഹരം കൊണ്ട് തന്നെയാണ് ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഹിസ്റ്ററി അവർ പടുത്തുയർത്തിയതും. പട്ടിണിയും ദാരിദ്ര്യവും അടിമത്തവും കൊടികുത്തി വാണിരുന്നൊരു കാലത്ത് തങ്ങളെ അടിമകളായി കണക്കാക്കിയവരുടെ കയ്യിൽ നിന്നും സ്വതന്ത്രം നേടിയെടുക്കുവാൻ പന്ത് തട്ടി തുടങ്ങിയ കഥയാണ് അവരുടേത്. വെള്ളക്കാരുടെ ചെരുപ്പിനിടയിൽ കിടന്നിരുന്നൊരു സമൂഹത്തിൻ്റെ പോരാട്ടങ്ങളുടെ ഏറ്റവും വലിയ ആയുധം കൂടിയായിരുന്നു ആ കാൽപന്ത്. അതുകൊണ്ടവർ അതിന് ശീലിച്ചത് വെറും കളിയായിട്ടായിരുന്നില്ല. തങ്ങളെ നിറം കൊണ്ടും രൂപം കൊണ്ടും അകറ്റി നിർത്തിയവരെ മതത്തിൻ്റെ പേരിലും വിശപ്പ് ചൂഷണം ചെയ്തും അടിച്ചമർത്താൻ ശ്രമിച്ചവരുടെ ചങ്ങലകളെ പൊട്ടിച്ചെറിയാൻ സഹായിക്കുന്ന കൂടമായിട്ടായിരുന്നു. ആ കൂടം കൊണ്ടവർ സ്വാതന്ത്ര്യം അനുഭവിച്ചു. അതവരെ ലോകത്തിൻ്റെ ഉന്നതിയിലേക്ക് നയിച്ചു. മാറ്റി നിർത്തിയവർ തന്നെ ആ കളിയിലൂടെ അവരെ ബഹുമാനിക്കാൻ പഠിച്ചു. വർഷങ്ങൾക്കും ഇപ്പുറം ലോകം ബ്രസീലിനെ അംഗീകരിക്കുന്നത് പോലും ഫുട്ബോൾ എന്ന കല കൊണ്ട് മാത്രമായിരുന്നു. ഓരോ ചേരിയിലും പഠനത്തെക്കാളേറെ മൂല്യം അവർ കാൽപന്തിന് നൽകിയിരുന്നു. മതത്തിനു പകരം ഫുട്ബോൾ തന്നെ ഒരു വലിയ മതമാക്കി വളർത്തിയെടുത്തു. ഓരോ മുക്കിലും മൂലയിലും ഇതിഹാസങ്ങൾ ജന്മമെടുത്തുകൊണ്ടേയിരുന്നു. കഴിവറ്റ പ്രതിഭകൾ വളർന്നുകൊണ്ടേയിരുന്നു. ഒരിക്കൽ തൻ്റെ അച്ഛന് നൽകിയ വാക്കിൽ നിന്നും തൻ്റെ രാജ്യത്തിന് വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ സാവോ പോളോയുടെ തെരുവിൽ നിന്നും ഇറങ്ങിത്തിരിച്ച ഇതിഹാസത്തിൻ്റെ കഥ മാത്രമായിരുന്നില്ല ബ്രസീൽ ഫുട്ബോളിന് പറയാനുണ്ടായിരുന്നത്. 1958 ആദ്യ കിരീട നേട്ടത്തിന് മുന്നേ ഇതിഹാസങ്ങളേറെ പിറവിയെടുത്ത മണ്ണായിരുന്നു അത്. ശേഷം 5 എണ്ണം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ അത് വെറും ഒരു ചരിത്രമായി മാത്രം ഒതുങ്ങാനുള്ളതല്ല. ഓരോ ബ്രസീൽ ജനതയുടെയും അവരെ ആരാധിച്ചിരുന്ന അതാത് കാലഘട്ടത്തിൻ്റെതും കളമൊഴിഞ്ഞ ഇതിഹാസങ്ങളുടെയും സ്വപ്നസാക്ഷാത്കാരം കൂടിയായിരുന്നു. ഇന്നത്തെ തലമുറ ഒരുപക്ഷെ ബ്രസീലിനെ പരിഹസിക്കുന്നുണ്ടായിരിക്കാം. 21ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഫുട്ബോൾ കാലഘട്ടം കണ്ടു തുടങ്ങിയവർക്ക് അതല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുക? ആ നൂറ്റാണ്ടിൽ നിന്നും ഒരു ദശാബ്ദം പുറകോട്ടൊന്ന് പോകാനാകുമെങ്കിൽ 2002 വേൾഡ് കപ്പിലെ മതിവരാത്ത നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് സാക്ഷിയാകാൻ സാധിക്കും. അതുമാത്രം മതിയാകും ഇന്ന് ഈ ലോകത്ത് സംഭവിച്ച എല്ലാത്തിനും പകരം വയ്ക്കുവാൻ. 94 വേൾഡ് കപ്പിന് ശേഷം 2002 ബ്രസീൽ കിരീടം ഉറപ്പിക്കുമ്പോൾ അതവരുടെ ശക്തി ലോകത്തോട് വിളിച്ചു പറയുന്ന വലിയ പ്രഖ്യാപനം കൂടിയായിരുന്നു. ദൂരെ നിന്ന് നോക്കിയാൽ പോലും ഏതൊരു എതിരാളിയുടെയും കൺതടങ്ങൾ വിറയ്ക്കുന്ന തരത്തിലായിരുന്നു ആ ജേഴ്സിയിലെ അന്നത്തെ തലമുറ. അന്നത്തെ ബ്രസീലിൻ്റെ വൈക്കിംഗ് കാലഘട്ടം നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരുന്നുവെങ്കിൽ, ആ യുഗം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അതുപോലൊരു ടീമിനെ ഒരു കാലത്തും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ആ തിരനിറച്ച തോക്കുകളെക്കാൾ ഭീമാകാരമായ കൂട്ടങ്ങളിലൊന്ന് പിന്നീട് ഈ ഫുട്ബോളിൽ സംഭവിച്ചിട്ടുമില്ല. റൊണാൾഡോ നസാരിയോ, റിവാൾഡോ, റൊണാൾഡിനോ, കക്ക, കഫു, റോബർട്ടോ കാർലോസ് അടങ്ങുന്ന മികച്ച താരങ്ങളെ കുത്തിനിറച്ച ബ്രസീൽ കാലഘട്ടം അതൊരു ഹരം തന്നെയായിരുന്നു. തങ്ങൾക്ക് മുന്നിൽ വരുന്ന എതിരാളികളെ തച്ചു തകർക്കുന്നതിൽ മാത്രം ഹരം കൊണ്ടിരുന്ന ദ റിയൽ വൈക്കിംഗ് എറ. അതിനു മുകളിൽ വെക്കുവാൻ അന്നും ഇന്നും മറ്റൊരു ടീമും ഉണ്ടായിട്ടില്ല. ഒളിവറിൻ്റെ ജർമ്മനിയെ തകർത്ത് യോക്കോഹാമയിൽ കിരീടമുയർത്തുമ്പോൾ പോലും ഇന്നത്തെ സാഹചര്യം പോലെ തകർച്ചയുടെ ചുഴിയിലായിരുന്നുവെങ്കിലും ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് നിന്ന കഥയായി മാറുകയായിരുന്നു അവർ. 2002 ശേഷം ബ്രസീൽ സ്ക്വാഡിൽ സമ്പന്നമായ മികച്ച താരങ്ങളുടെ നിരയുണ്ടായിരുന്നുവെങ്കിൽ പോലും 2006 2010 ഫ്രാൻസിനും നെതർലൻഡിനും മുന്നിൽ നിർഭാഗ്യം കൊണ്ട് തോറ്റുപോകാൻ മാത്രമായിരുന്നു അവരുടെ വിധി. യഥാർത്ഥത്തിൽ കക്കാഡിനോ റോബിനോ കാലഘട്ടം അവസാനിക്കുന്നതിന് ശേഷം മറ്റൊരു കൂട്ടർ ബ്രസീലിൻ്റെ മധ്യനിരയെ പുനർജീവിപ്പിക്കുന്നതിൽ വിജയിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം.
അവിടെ മറിച്ച് അവർ ഒറ്റ പേരിലേക്ക് മാത്രം ചുരുക്കി വായിക്കപ്പെട്ടു. ആ യുവതാരത്തിലേക്ക് മാത്രം വലിയ ഫുട്ബോൾ പാരമ്പര്യം പേറുന്ന ആ രാജ്യം പതിയെ ഒതുങ്ങുവാൻ ആരംഭിച്ചു. മുന്നോട്ടുള്ള ഓരോ കാലഘട്ടങ്ങളിലും വരും തലമുറയ്ക്ക് പോലും അവനെ മാത്രം വാഴ്ത്തിപ്പാടേണ്ടി വന്നു. അതെ, ഒറ്റ പേര്, നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. ഡീനോയ്ക്ക് ശേഷം കാൽപന്ത് ലോകത്തെ അത്രയേറെ ആനന്ദിപ്പിച്ച മറ്റൊരു താരം ഉണ്ടായിരുന്നില്ല. നെയ്മർ ലോകത്തിൻ്റെ ആരാധക പുരുഷനായി മാറുന്നതിനോടൊപ്പം തന്നെ ശരിക്കും അയാൾ വലിയൊരു ഭാരം കൂടി എടുത്തണിയുകയായിരുന്നു. ബ്രസീലിനൊറ്റയ്ക്ക് നയിക്കപ്പെടാൻ അയാൾക്ക് പാകപ്പെടേണ്ടി വന്നു. ബ്രസീൽ കുപ്പായത്തിൽ അയാൾക്ക് സമകാലികനായോ പിൻഗാമിയായോ നിരന്തരം ഒപ്പം നിൽക്കുന്നവർ അന്നും ഇന്നും ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയായിരുന്നു ബ്രസീലിനെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത്. നെയ്മർ ആഘോഷിക്കപ്പെടുന്നത് എത്ര മനോഹരമായിരുന്നു അല്ലേ! അക്കാലത്തെ അജയ്യരായ സ്പാനിഷ് പടയുടെ ഏറ്റവും മികച്ച സ്കോറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഫെഡറേഷൻ കപ്പ് ഉയർത്തിയായിരുന്നു അയാൾ എല്ലാം ആരംഭിക്കുന്നത്. ശേഷം ഒളിമ്പിക്സും കോപ്പ അമേരിക്കയും സമ്മാനിച്ചിരുന്നുവെങ്കിലും അതിനിടയിൽ മുടന്തേണ്ടി വന്നൊരു കരിയറിനെ അയാൾക്ക് നേരിടേണ്ടി വന്നു. എല്ലുകൾ തകർന്ന വേദനയിൽ മുന്നോട്ട് നീങ്ങിയ കരിയറിൽ യഥാർത്ഥത്തിൽ ബ്രസീലും പതിയെ മങ്ങുകയായിരുന്നു. 2014 സ്വന്തം മണ്ണിലൊരുങ്ങിയ വേൾഡ് കപ്പ് നേടുവാൻ ബ്രസീലിനേക്കാൾ മികച്ചൊരു ടീം ഇല്ലായിരുന്നു എന്നതിന് കാരണവും ഉത്തരവുമെല്ലാം നെയ്മർ എന്ന വണ്ടർ ബോയുടെ സാമ്പാത്താളത്തിൻ്റെ മൂർച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. എന്നാൽ സുനിഗയുടെ ബ്രൂട്ടൽ ഫൗളിനിരയായി പുറത്തേക്ക് പോകേണ്ടി വന്ന നെയ്മറിന് ശേഷം ആ വേൾഡ് കപ്പിൽ മാത്രമല്ല പിന്നീട് ഒരിക്കലും ബ്രസീൽ നടുനിവർത്തി നിന്നിട്ടില്ല. ജർമ്മൻ കോട്ട പിളർത്തുവാൻ നെയ്മറില്ലാതെ ഇറങ്ങിയ ബ്രസീൽ പടയ്ക്ക് സ്വന്തം മണ്ണിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടിൻ്റെ ഭാഗമാകുവാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. പിന്നീട് നെയ്മർ ഇടവിട്ട് അനുഭവിച്ചറിഞ്ഞ വേദനകളിൽപ്പെട്ട് ബ്രസീലും ദീർഘശ്വാസം വലിച്ചുകൊണ്ടേയിരുന്നു.